യുവതാരങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി മനു അശോകൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഉയരെ. നമസ്കാരം, എൻ്റെ പേര് മനു അശോകൻ. ഉയരെ എന്ന സിനിമയുടെ സംവിധായകനാണ്. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. ഞാൻ രാജേഷ് പിള്ളയുടെ കൂടെയായിരുന്നു സഹസംവിധായകനായി ജോലി ചെയ്തുകൊണ്ടിരുന്നത്. ഉയരയിലൂടെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു സൊസൈറ്റിയിലേക്കുള്ള ഒരു കുറേ ചോദ്യങ്ങളും അതിന് നമ്മളാൽ കണ്ടെത്തപ്പെട്ട കുറച്ച് ഉത്തരങ്ങളൊക്കെ ആയിരിക്കും ഉയരെ. ഒരു പെൺകുട്ടിയുടെ ജീവിതയാത്രയാണ്. അതിലവൾക്കുണ്ടാകുന്ന ഒരുപാട് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് ജീവിതത്തിൻ്റെ ആസ്പെക്ട്സ്, അതൊക്കെയാണ് ഉയരെ. പിന്നെ ഉയരെ ഒരു വലിയ സിനിമയാണ്. കാഴ്ച സിനിമ എന്നുള്ള വിഷ്വൽ എന്നുള്ള രീതിയിലും അത് മുന്നോട്ട് വയ്ക്കുന്ന കുറച്ച് നിലപാടുകളോ അല്ലെങ്കിൽ കുറച്ച് മെസ്സേജുകളോ, അങ്ങനെ വെറുതെ ഒരു സിനിമ കണ്ടിറങ്ങുന്ന ലാഘവത്തോടു കൂടെ ഇറങ്ങാൻ പറ്റുന്നൊരു സിനിമയായിരിക്കില്ല ഉയരെ. എവിടെയെങ്കിലുമൊക്കെ നമ്മളെ സ്പർശിക്കുകയും ചിന്തിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന 2 ദിവസമെങ്കിലും നമ്മളെ അതിൻ്റെ ഒരു ഹാങ് ഓവറിലിരുത്താൻ സാധ്യതയുള്ളൊരു സിനിമയായിരിക്കും ഉയരെ. ഒരു ഡെബ്യൂ ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് തിരക്കഥാകൃത്തുക്കളായ ബോബി സഞ്ജയുടെ കൂടെയും ഗൃഹലക്ഷ്മി ഫിലിംസിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എസ് ക്യൂബിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു ത്രില്ലിലാണ് ഞാനിപ്പോൾ. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പടം റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിലെ വിഷയങ്ങൾ മുമ്പൊക്കെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. ആസിഡ് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെയറാണ് ഉയരയിൽ. അപ്പോൾ അത് നമ്മുടെ ഈ സിനിമ ആലോചിക്കുന്ന സമയത്ത് നിന്നും നമ്മുടെ സമൂഹം, കേരളീയ സമൂഹം ആ ഒരു അത്തരം ആക്ടിവിറ്റീസിലേക്ക് കുറച്ചുകൂടെ അധികം ഇൻവോൾവ് ആയിരിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഒരുപാട് വീണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ചൊരു എന്താ പറയുക, നമുക്ക് സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷേ ഈ സബ്ജക്റ്റിൻ്റെ ഇപ്പോൾ 1 വർഷമായി നമ്മൾ ഇതിൻ്റെ പിറകെ. ആ സമയങ്ങളിലൊക്കെ റെഗുലർ ഇൻ്റർവെൽസിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും, ആസിഡ് അറ്റാക്ക് ആയിക്കോട്ടെ, പെട്രോൾ ഒഴിച്ച് കത്തിക്കലായിക്കോട്ടെ, അങ്ങനെയുള്ള നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ കേട്ടുവരുന്ന കാര്യങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കേരളത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിരന്തരമായ എന്നുള്ളൊരു ഭീതി മൊത്തം സമൂഹത്തിലുള്ളതുപോലെ തന്നെ ഈ സിനിമാ പ്രവർത്തകരെ, ഇപ്പോൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെടുന്നവരായിക്കൂടെ ഞങ്ങൾക്കും ആ ഒരു ഭീതിയുണ്ട്. അതും കൂടെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, റെലവൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച, അല്ലെങ്കിൽ ഒരു വിഷയം കൂടെയാണ് നമ്മൾ ഈ സിനിമയിലൂടെ കൈകാര്യം ചെയ്തത്. പാർവതി, ആസിഫ് അലി, ടൊവിനോ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. ഞാൻ ഇപ്പോൾ ഉയരെ എന്ന് പറഞ്ഞ എൻ്റെ നെക്സ്റ്റ് റിലീസിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. ഈ സിനിമയിൽ പല്ലവി രവീന്ദ്രൻ എന്ന് പറഞ്ഞ കഥാപാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്നത്. ഒരു പൈലറ്റ് ആയിട്ട് ട്രെയിൻ ചെയ്ത ഒരു പെൺകുട്ടി, അവരുടെ ജീവിതത്തിൽ നടക്കുന്ന ചില അൺഫോർച്ചുനേറ്റ് ഇൻസിഡൻസും അതിലൂടെ കടന്നു പോവുകയും അതിനെ എങ്ങനെ അതിജീവിക്കുന്നു എന്നുള്ളതാണ് ഈ കഥയുടെ ഒരു തന്തു. പക്ഷേ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്ന് ഏറെക്കുറെ ഒരു 13-14 വർഷത്തിൽ ഞാൻ ഗുരുതുല്യരായിട്ട് കരുതുന്ന എൻ്റെ റൈറ്റേഴ്സ് ബോബി സഞ്ജയ്, അവരുടെ കൂടെ പിന്നെയും വർക്ക് ചെയ്യാനുള്ളൊരു സാധ്യത എനിക്ക് കിട്ടിയതും മനു അശോകൻ എന്നുള്ള ഇദ്ദേഹത്തിനെ ഞാൻ പരിചയപ്പെട്ടത് ഇതിനു മുമ്പേ രാജേഷ് വഴിയാണ്. അപ്പം മനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, എനിക്ക് രാജേഷിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മനുവിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പം മനുവിനും അത് തോന്നുന്നുണ്ടാവാം ചിലപ്പം, രാജേഷിൻ്റെ പ്രസൻസാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തോന്നിയിട്ടുള്ളത്. സോ ദിസ് മൂവി ഈസ് ഓൾസോ സ്പെഷ്യൽ ലൈക്ക് ദാറ്റ്. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ദ 3 ഫൈറ്റേഴ്സ്, വാരിയർ പ്രിൻസസസ്, ഷേർഗ, ഷനുഗ ആൻഡ് ഷെഗ്ന, PVGയുടെ മക്കളാണ്. ആൻഡ് PVG സാറാണ് എന്നെ എൻ്റെ സിനിമ നോട്ട്ബുക്കിൽ എനിക്ക് അവസരം തന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും, അതിനുശേഷം ഏത് സിനിമ ചെയ്തിട്ടുണ്ടെങ്കിലും, ഏത് അവാർഡ് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്നെ അനുഗ്രഹിക്കാൻ എപ്പോഴും വിളിച്ച് എൻ്റെ കൂടെ നിന്ന് എന്നെ സപ്പോർട്ട് ചെയ്ത വ്യക്തിയാണ്. സോ അവരുടെ മക്കളുടെ ആദ്യത്തെ വെഞ്ചറിൽ ലീഡ് ക്യാരക്ടറായിട്ട് വരാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ഉയരയുടെ റിലീസ് 26-നാണ്. നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു അനുഭവം വരുന്ന ഒരു നല്ല സിനിമയാണ് എന്ന വിശ്വാസം എനിക്കുണ്ട്. പോയി കാണൂ, എൻജോയ്.
ബോബി സഞ്ജയ് തിരക്കഥയൊരുക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് ഗൃഹലക്ഷ്മി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എസ് ക്യൂബ് ആണ്. ഉയരെ എന്ന സിനിമ പല്ലവി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ ഒരു പല്ലവി എന്നുള്ള പെൺകുട്ടിയുടെ ഒരു ലൈഫിലൂടെ ഉള്ളൊരു ട്രാവലാണ്. സോ അതിൽ പല്ലവിയുടെ ഫ്രണ്ടായിട്ട് സാരിയ എന്നുള്ളൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നത്. സാരിയനെ പറ്റി പറയുകയാണെങ്കിൽ സാരിയ ഒരു സിറ്റിയിൽ പഠിച്ച് വളർന്ന ഒരു ആംഗ്ലോ ഇന്ത്യൻ ആയിട്ടുള്ളൊരു കുട്ടിയാണ്. സോ സാരിയ ഉയരയിൽ സാരിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ പല്ലവി ഒരു 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 നാടൻ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്ന കുട്ടിയാണ്. അപ്പം പല്ലവിയെ കുറച്ചുകൂടി മോൾഡ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പല്ലവിനെ ഒരു ഔട്ടർ വേൾഡിലേക്ക് എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ സാരിയ ചെയ്യുന്നത്. അതിൽ പല്ലവിയുടെ ലൈഫിനെ കുറേ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് സാരിയ എന്ന കഥാപാത്രം.